ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതിനു ശേഷം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ CPO റാങ്ക് ലിസ്റ്റിലുള്ള കുറെ പേര് പട്ടിണി കിടന്നു, പട്ടിയെ പോലെ ബിസ്ക്കറ്റ് തലേന്നൊക്കെ കടിച്ചു തിന്നു, മണ്ണ് തിന്നു, ശവമഞ്ചത്തിൽ കിടന്നു. ഇതൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾക്ക് കേരളത്തിലെ ആളുകളുടെ തൊഴിലിനെ പറ്റി അത്ര ബോധേഡാണ് നിങ്ങളെങ്കിൽ PSC ലിസ്റ്റുള്ളവർക്ക് ജോലി കൊടുക്ക്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ പിൻവാതിൽ നിയമം ഒഴിവാക്ക്. നിങ്ങളുടെ പിൻവാതിൽ നിയമം ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്യാൻ സാർ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാതെ, ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാതെ സാർ. സാർ ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. അസഹിഷ്ണുത കാണിക്കാതെ സാർ. ഞാൻ ചോദിക്കട്ടെ സാർ, പാനലിസ്റ്റ് കുറെ നേരമായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല അസഹിഷ്ണുത ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ ഇത്ര സങ്കടമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ കുടുംബക്കാർക്ക് ഈ ജോലികളൊക്കെ കൊടുക്കുന്നൊക്കെ മാറ്റിവെച്ച് അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുത്ത് ഇവിടുത്തെ തൊഴിലില്ലായ്മ ഒന്ന് ഒഴിവാക്കി തരാൻ നിങ്ങളൊന്ന് സഹായിക്കുക. ഇവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഘട്ടത്തിൽ നിയമന നിരോധനം നടപ്പിലാക്കിയവരാണ്. ആന്റണിയാണ് പറഞ്ഞത് എന്തിനാണ് ഈ സർക്കാർ ജീവനക്കാരെ ഇത്രമാത്രം സർവീസിൽ എടുക്കുന്നത് എന്ന്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തി. അങ്ങനെ വീഴ്ച വന്നതിന്റെ ഭാഗമായിട്ട് ദേശീയപാത അതോറിറ്റിയുടെ ആൾ ഇവിടെ തുടങ്ങി ഓഫീസ് അടച്ചുപൂട്ടിയിട്ട് നാട് വിട്ടു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഗവൺമെന്റ് മാറി. അങ്ങനെ ഗവൺമെന്റ് മാറിയിട്ട് ഉമ്മൻചാണ്ടി കൊടുക്കാത്ത 6000 കോടി സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു, കേന്ദ്ര വിഹിതത്തിന് പുറമെ. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് കൃത്യമായ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. PSC വഴി നേരത്തെയുള്ള ഗവൺമെന്റ് നടത്തിയതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. കണക്കുകളാണ്. 1,71,000 ആണോ വലുത്, 1,43,000 ആണോ വലുത്? 1,43,000 വലുതെങ്കിൽ ശ്രീ പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത സർക്കാർ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ പറഞ്ഞല്ലോ എന്റെ പൊന്നു സഹോദര, നിയമസഭയില് നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചോദ്യത്തിന് മറുപടിയായി, നക്ഷത്ര ചിഹ്നം ഇട്ട ചോദ്യത്തിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്ന വാചകമാണ്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഇത് ഞാൻ പറഞ്ഞ കണക്കെന്ന് പറയുന്നത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്ന കണക്കിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കേരള നിയമസഭയ്ക്കകത്ത് ഉത്തരവാദിത്തപ്പെട്ട നിയമസഭാ സാമാജികർ നക്ഷത്ര ചിഹ്നം ഇട്ടതും ഇടാത്തതുമായ ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. പോയേ കയ്യിൽ നിന്ന് പോയേ പിന്നെ പോയേ.